പല ഭാഷകളിലായി പല സിനിമകൾ ഈ വർഷം ഷൂട്ടിംഗ് നടക്കുന്ന താരമാണ് പൃഥ്വിരാജ്. റോഷാക്ക് എന്ന സിനിമയ്ക്ക് ശേഷം നിസാം ബഷീർ, സമീർ അബ്ദുൾ എന്നിവർ ഒരുമിക്കുന്ന ഐ നോബഡി ആണ് അദ്ദേഹത്തിന്റെ മലയാളത്തിലുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രൊജക്ട്. പാർവതി തിരുവോത്താണ് ഇതിലെ ഫീമെയിൽ ലീഡ്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും E4 എന്റർടൈൻമെന്റും ചേർന്നിട്ടാണ് ഈ സിനിമ ഒരുക്കുന്നത്. ലണ്ടൻ ഷെഡ്യൂൾ കുറച്ച് ഷൂട്ട് ചെയ്ത ഖലീഫയാണ് മറ്റൊരു സിനിമ. മേജർ ഭാഗങ്ങൾ ഇനിയും ഷൂട്ട് ചെയ്യാനുള്ള ഈ പടം ഓണം റിലീസായിട്ടാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. വൈശാഖ് സംവിധാനം ചെയ്യുന്ന പടത്തിന്റെ രചനയും നിർമ്മാണവും നിർവഹിക്കുന്നത് ജിനു എബ്രഹാമാണ്. വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന സന്തോഷ് ട്രോഫിയാണ് മലയാളത്തിൽ പൃഥ്വിരാജിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ. കോമഡി സ്വഭാവത്തിലുള്ള പടത്തിന്റെ പൂജ ഓൾറെഡി കഴിഞ്ഞതാണ്. ഏറെക്കാലമായി അനൗൺസ്മെന്റ് നടന്ന് തുടങ്ങും എന്ന് കേട്ടുകൊണ്ടിരുന്ന കാളിയൻ ഈ വർഷം ഷൂട്ട് ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഈ സിനിമ ഈ വർഷം റിലീസാകാനുള്ള സാധ്യത വളരെ കുറവാണ്. മേഘ്ന ഗുൽസാർ സംവിധാനം ചെയ്ത ദായറ എന്ന ഹിന്ദി സിനിമ 2026 പൃഥ്വിരാജിൻ്റെതായിട്ട് പുറത്തുവരും. ഷൂട്ടിംഗ് പൂർത്തിയായ ഈ സിനിമയിൽ കരീന കപൂറാണ് മറ്റൊരു താരം. ഇതിനെ കൂടാതെ ടോവിനോ തോമസ് നായകനായിട്ടുള്ള പള്ളിച്ചട്ടമ്പിയിൽ അതിഥി താരമായിട്ട് പൃഥ്വിരാജ് വരുന്നുണ്ട് എന്നാണ് കേട്ടത്.